ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും അന്തര്യാമിയായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം നമഃ ശിവായ. ഹനുമാവതാര കഥ. ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ലീലകൾ കൊണ്ടാടുന്ന ശ്രീ പരമേശ്വരൻ്റെ തീരുമാനങ്ങൾ ത്രിലോകങ്ങളിലെല്ലാം നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ ശങ്കരൻ പ്രകടിപ്പിക്കുന്ന ഓരോ ലീലയുടെ പിന്നിലും പ്രപഞ്ച ഭരണത്തിനു വേണ്ട രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നത് അലംഘനീയമായ വസ്തുതയാണ്. അങ്ങനെ ഒറ്റയ്ക്കും വിഷ്ണു ഭഗവാനോട് ചേർന്നും ലീലകൾ നടത്തുന്ന കാര്യത്തിൽ ഭഗവാൻ ഏറെ തൽപരനാണ്. ഒരു ദിവസം വിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് ആസ്വദിക്കണമെന്ന ഒരു മോഹം ഭഗവാന്റെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞു. അതിനാൽ ശ്രീ ശങ്കര ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വിഷ്ണു ഭഗവാൻ മോഹിനിയായി ഭവിച്ചു. അത്യന്തം അഴകേറിയ ഒരു മാദക സുന്ദരിയുടെ രൂപത്തിൽ ആരെയും മോഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന കടാക്ഷത്തോടും ഭാവങ്ങളോടും കൂടി വിഷ്ണു ഭഗവാൻ നിലകൊണ്ടു. അഭൗമമായ ആ മോഹിനി രൂപം വിഷ്ണുവിൻ്റെ വൈഭവത്താൽ ഉണ്ടായതാണെന്ന കാര്യവും ഭഗവാൻ മറന്നുപോയി. അങ്ങനെ സർവ ഐശ്വര്യങ്ങളും ഒത്തുചേർന്ന മട്ടിൽ അതിസുന്ദരിയായി പരിലസിക്കുന്ന മോഹിനിയെ ഭഗവാൻ വർദ്ധിച്ച കൗതുകത്തോടെ നോക്കി നിന്നു. രാമകാര്യസിദ്ധിക്ക് വേണ്ടി കാലേക്കൂട്ടിയുള്ള ഒരു പദ്ധതിക്ക് അടിസ്ഥാനം പാവുക എന്ന നിശ്ചയത്തോടെ ഭഗവാനിൽ നിന്നും രേതസ് സ്ഖലിച്ചു. സപ്തർഷിമാർ ആ വീര്യത്തെ അത്യാദരവോടെ ഇലക്കുമ്പിളിലാക്കി. ശിവവീര്യത്തിൻ്റെ പാവനത്വവും മഹത്വവും വ്യക്തമായും അറിയാമായിരുന്ന സപ്തർഷിമാർ അവയെ ഗൗതമ കന്യകയായ അഞ്ജനയിൽ കർണപുടം വഴി സ്ഥാപിച്ചു. മാസങ്ങൾ പിന്നിട്ടതോടെ അഞ്ജനയുടെ ഗർഭത്തിൽ നിന്നും ബലപരാക്രമശാലിയായ വാനര ശരീരം ധരിച്ച് ശംഭു ഉത്ഭവിച്ചു. അദ്ദേഹത്തിന് ഹനുമാൻ എന്ന് നാമകരണം ചെയ്തു. പൂർവജന്മത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു അഞ്ജന. അപ്സരകന്യകയായിരുന്ന പുഞ്ചികസ്ഥല ഒരു ദിവസം വനത്തിലേക്ക് പോയി. അവിടെ ഗന്ധർവന്മാർ അശ്വാഭ്യാസം നടത്തുന്നത് അവൾ കാണാനിടയായി. കാമശരങ്ങളേറ്റ മനസ്സുമായി അവൾ അഭ്യാസം നോക്കി നിന്നു. ഇക്കാര്യം അറിഞ്ഞ ബൃഹസ്പതി അവളെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. പുഞ്ചികസ്ഥല ധിക്കാരപൂർവം ദേവഗുരുവിനോട് എതിർത്ത് സംസാരിച്ചു. കോപാകുലനായ ബൃഹസ്പതി അവളെ ഒരു വാനരകന്യകയായി തീരട്ടെ എന്ന് ശപിച്ചു. തൻ്റെ അഹംഭാവം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നറിഞ്ഞ പുഞ്ചികസ്ഥല ഗുരുവിനോട് പശ്ചാത്താപ വിവശയായി മാപ്പപേക്ഷിച്ചു. ഗുരുദേവ, ഞാൻ ചപലയായ ഒരു കന്യകയാണ്. അറിയാതെയാണ് ഞാൻ വനത്തിലേക്ക് പോയതും അശ്വാഭ്യാസം കണ്ടതും. ഗന്ധർവന്മാരുടെ സുകുമാര കളേബരം ദർശിച്ചപ്പോൾ എൻ്റെ മനസ്സ് മോഹിച്ചു പോയതാണ്. അജ്ഞത കൊണ്ട് ഞാൻ അങ്ങയോട് അനാദരവ് കാട്ടിയെങ്കിൽ ദയവായി എന്നോട് പുറത്ത് എനിക്ക് ശാപമോക്ഷം നൽകാൻ കനിവുണ്ടാകണം. കന്യകയുടെ അഭ്യർത്ഥന കേട്ട ബൃഹസ്പതിയുടെ മനതാരിൽ ദയ തോന്നി. അദ്ദേഹം പുഞ്ചികസ്ഥലയോട് പറഞ്ഞു, മകളെ, അജ്ഞത കൊണ്ടാണ് നീ എന്നോട് കോപിച്ചത്. നിന്റെ ഉള്ളിൽ അഹംഭാവം കുടികൊള്ളുന്നു. എന്തായാലും എൻ്റെ ശാപം വ്യർത്ഥമാകുന്നതല്ല. എന്നാൽ ശിവാംശമായ ഒരു പുത്രനെ പ്രസവിക്കാൻ നിനക്ക് അവസരമുണ്ടാകും. അതോടെ നിനക്ക് ശാപമോക്ഷവും ലഭിക്കുന്നതാണ്. ബൃഹസ്പതിയുടെ ശാപബലത്താൽ പുഞ്ചികസ്ഥല ഒരു വാനരനാരിയായി ജന്മമെടുത്തു. അവളാണ് അഞ്ജന. ഒരു ഘോരവനത്തിൽ അകപ്പെട്ട അഞ്ജന ഭീതിയോടെ ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടി. പ്രഭാതമായതോടെ വിശപ്പും ദാഹവും സഹിക്കാനാകാതെ അവൾ കാടായ കാടു മുഴുവനും അലഞ്ഞു നടന്നു.
അവസാനം ഒരു മാമ്പഴം അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. തെല്ലൊരാശ്വാസത്തോടെ അത് പറിച്ചെടുക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഒരു അശരീരി അവളുടെ കർണങ്ങളിൽ പതിഞ്ഞു. അഞ്ജനെ, നീ അത് പറിച്ച് ഭക്ഷിക്കരുത്. ശ്രീ പരമേശ്വരനെ പൂജിച്ച് അദ്ദേഹത്തെ പ്രസന്നമാക്കാതെ ജലപാനം പോലും കഴിക്കരുത്. വിസ്മയഭരിതയായി അഞ്ജന നാലുപാടും കണ്ണോടിച്ചു. ആരെയും കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. തന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ആരോ പ്രയോഗിച്ച തന്ത്രമായിരിക്കും അത് എന്നവൾ വിചാരിച്ചു. എങ്കിലും ശിവനെ പൂജിക്കാനല്ലേ പറഞ്ഞത്? അതെന്തായാലും ശുഭകരമായ ഒരു സംഗതി തന്നെയാണ്. കാരണം കാരുണ്യക്കടലായ ശ്രീ ശങ്കരനെ പൂജിക്കുന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊരു കാര്യവും ത്രിലോകങ്ങളിലുമില്ല. പിന്നീട് അവൾ സംശയിച്ചില്ല. അടുത്തു കണ്ട പുഴയിലിറങ്ങി സ്നാനം ചെയ്തു വന്നു. അതിൻ്റെ തീരത്തിരുന്ന് പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രകൃതിയെപ്പോലും പ്രകമ്പനം കൊള്ളിക്കുമാറ് ഒരു അട്ടഹാസം കേട്ടു. പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ഭയങ്കരനായ ഒരു രാക്ഷസൻ മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ ഉറക്കെ വിളിക്കാൻ കെൽപ്പില്ലാതെ പരിഭ്രാന്തയായി തീർന്ന അഞ്ജന, ശ്രീ പരമേശ്വര, അവിടുന്ന് എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. രാക്ഷസൻ ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? എവിടെ നിന്നാണ് നീ വരുന്നത്? എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? രാക്ഷസൻ്റെ മയമില്ലാത്ത പരുക്കൻ വാക്കുകൾ കേട്ടുനിന്ന അഞ്ജന പറഞ്ഞു, ഞാനൊരു പാവം കന്യകയാണ്. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. അവളുടെ ദയനീയ വാക്കുകൾ കേട്ട രാക്ഷസൻ പറഞ്ഞു, സുന്ദരിയായ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയോ? ഹേ നാരീരത്നമേ, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. അതിനാൽ എന്നോടൊപ്പം വരിക. ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാം. ഈ കാനനം എൻ്റെ അധീനതയിലാണ്. ശംഭസാധനൻ എന്ന രാക്ഷസനാണ് ഞാൻ. ഈ ഭൂമിയിൽ എന്നേക്കാൾ ശക്തനായി മറ്റാരും തന്നെ ഇല്ലെന്നും നീ അറിയുക. എല്ലാവിധ സുഖങ്ങളും നൽകി ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി വാഴിക്കുന്നതാണ്. രാക്ഷസൻ്റെ വാക്കുകൾ കേട്ട അഞ്ജന ഭയന്നു വിറച്ചുകൊണ്ട് ഓടി. ദുഷ്ടനായ ആ രാക്ഷസനും അവളെ സ്വന്തമാക്കാനുള്ള ആവേശത്തോടെ അവളെ അനുഗമിച്ചു. രാക്ഷസനിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഓട്ടത്തിനിടയിലും അവൾ പാർവതി പരമേശ്വരന്മാരെ നൊന്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അഞ്ജനയുടെ സമീപമെത്തി അവളെ പിടിക്കാൻ തൻ്റെ ബലിഷ്ഠ കരങ്ങൾ നീട്ടിയപ്പോൾ ഭയങ്കര കോപത്തോടെ ഒരു രാജസർപ്പം അയാളെ ദംശിച്ചു. സർപ്പദംശനമേറ്റ അയാൾ തൽക്ഷണം നിലം പതിച്ചു. പക്ഷേ അയാൾക്ക് മരണം സംഭവിച്ചില്ല. ഈ സംഭവമൊന്നും അറിയാതെ ശ്രീ പാർവതി പരമേശ്വരന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഓടുകയായിരുന്നു അഞ്ജന മുനിമാരുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും കണ്ണീരൊഴുക്കിക്കൊണ്ട് മുനിമാരുടെ മുന്നിൽ വിവരിച്ചു. ശംഭസാധനനെ കൊല്ലേണ്ടത് അത്യാവശ്യമാണെന്നറിഞ്ഞ മുനിമാർ വീരകേസരി എന്ന വാനരവീരനെ വരുത്തി. സർപ്പദംശനത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ രാക്ഷസന്റെ മനതാരിൽ അതീവ സുന്ദരിയായ അഞ്ജനയുടെ മനോഹര രൂപം പ്രകാശിച്ചു. അവളെക്കുറിച്ചോർത്ത് അയാൾ വിവശനായി. എങ്ങനെയും അവളെ കണ്ടെത്തി തൻ്റെ സ്വന്തമാക്കണമെന്ന അടങ്ങാത്ത ദാഹവുമായി അയാൾ കാനനമാകെ അവളെ അന്വേഷിച്ചു നടന്നു. അവസാനം മുനിമാരുടെ ആശ്രമത്തിൽ ശംഭസാധനൻ എത്തിച്ചേർന്നു. ആശ്രമാങ്കണത്തിൽ അഞ്ജനയെ കണ്ട ആ രാക്ഷസൻ അവളെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആർത്തിയോടെ ഓടി അടുക്കാനൊരുങ്ങിയപ്പോൾ വീരകേസരി ആ രാക്ഷസനെ തടഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്ര പോരാട്ടം നടന്നു. അതിശക്തമായ പോരാട്ടത്തിൽ വാനരവീരൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആ രാക്ഷസൻ്റെ ശരീരമാസകലം ധാരാളം മുറിവുകൾ പറ്റിയിട്ടും യാതൊന്നും സംഭവിക്കാത്ത മട്ടിലുള്ള രാക്ഷസൻ്റെ വീര്യത്തോടു കൂടിയ പോരാട്ടം കണ്ട് മുനിമാരും ഭയചകിതരായി. ഈ ഗുരുതരമായ ആപത്ഘട്ടത്തിൽ പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ജന ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ജഗൽ പിതാവായ പരമേശ്വര, അല്ലയോ ത്രൈലോക്യനാഥയായ ജഗദീശ്വരി, ഈ മഹാവിപത്തിൽ നിന്നും എന്നെയും മഹാത്മാക്കളായ മുനിമാരെയും രക്ഷിക്കണേ.
അവിടുത്തെ ഭക്തയായ എന്നോട് കരുണ കാട്ടണമേ. ഈ ഭയങ്കര രാക്ഷസനെ വധിക്കാൻ ഒരു മാർഗം കാണിച്ചു തരണേ. ഉടൻ തന്നെ ആകാശവാണിയുണ്ടായി. ഹേ ഭക്തയായ അഞ്ജനെ, ശംഭസാധനനെ വധിക്കാൻ ആരാലും സാധ്യമല്ല. സ്വന്തം രക്തം കൊണ്ട് മാത്രമേ അവന് മരണം സംഭവിക്കൂ. അതിനാൽ അതിനുള്ള മാർഗം നീ തന്നെ കണ്ടുപിടിച്ച് അവൻ്റെ വധം പൂർണ്ണമാക്കുക. അശരീരി കേട്ട അഞ്ജന ചിന്താധീനയായി. ഈ രാക്ഷസനെ വധിക്കുവാനുള്ള ഉപായം ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശംഭസാധനൻ്റെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകുന്നത് അവൾ കണ്ടു. അയാളുടെ അസ്ത്രം കയ്യിൽ നിന്നും താഴെ വീഴുന്നതും അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൾ യുക്തിപൂർവം ആ അസ്ത്രമെടുത്ത് അയാളുടെ രക്തത്തിൽ മുക്കി വീരകേസരിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഈ അസ്ത്രം കൊണ്ട് അവനെ വധിക്കുക. തീർച്ചയായും ഈ അസ്ത്രം ആ ദുഷ്ടൻ്റെ അന്ത്യം കുറിക്കും. അഞ്ജന നൽകിയ അസ്ത്രം വീരകേസരി രാക്ഷസന്റെ നേർക്കയച്ചു. തൽക്ഷണം അയാൾ യമലോകം പോകി. സന്തുഷ്ടരായി തീർന്ന മുനിമാർ അഞ്ജനയെ കേസരിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹശേഷം മുനിമാരുടെ അനുഗ്രഹത്തോടെ ദമ്പതിമാർ സന്തോഷസമേതരായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നിർഭാഗ്യവശാൽ ദമ്പതിമാർക്ക് ഒരു കുഞ്ഞ് ജനിച്ചില്ല. അവർ രണ്ടുപേരും വളരെ ദുഃഖിതരായിട്ടാണ് നാളുകൾ പോക്കിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അഞ്ജന പ്രാണേശ്വരനോട് പറഞ്ഞു, പ്രാണനാഥ, നമ്മൾ വിവാഹിതരായിട്ട് ഏറെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല. അതിനാൽ ഒരു സൽപുത്രൻ ഉണ്ടാകുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്യാം. പാർവതി പരമേശ്വരന്മാർ ഭക്തവത്സലരും ക്ഷിപ്രപ്രസാദികളുമാണ്. അങ്ങ് ഇക്കാര്യത്തിൽ എന്തു പറയുന്നു? അഞ്ജനയുടെ അഭിപ്രായം എല്ലാ അർത്ഥത്തിലും ഉചിതമാണെന്ന് മനസ്സിലാക്കിയ കേസരി പറഞ്ഞു, പ്രിയേ, നിന്റെ അഭിപ്രായം വളരെ നന്മ ചെയ്യുന്നതാണ്. ശ്രീ ശങ്കരനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്തു തന്നെയായാലും ആ കാരുണ്യമൂർത്തി സാധിച്ചു തരുന്നതാണ്. നമുക്കൊരുമിച്ച് തപസ്സു ചെയ്ത് ശ്രീ പരമേശ്വരനെ പ്രസന്നനാക്കി സന്താനലാഭം കൈവരിക്കാം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.